ഭാസ്കര കാർണവർ കൊലക്കേസ് പ്രതി ഷെറിന് മോചനം. ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാൻ തീരുമാനം സർക്കാർ ശുപാർശ ഗവർണർ അംഗീകരിച്ചു. 14 വർഷം പൂർത്തിയായതിനു പിന്നാലെയാണ് മോചനം. നൽകാൻ എസ് ശാലിനി ചേർന്നുണ്ട്. ശാലിനി, വിവരങ്ങൾ. നിഖില്, കാർണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷയിൽ ഇളവ് നൽകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ തീരുമാനം ഔദ്യോഗികമായി ഗവർണർ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷെറിനടക്കം 11 പേർക്ക് ഇളവ് നൽകിക്കൊണ്ട് വിട്ടയക്കണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ ശുപാർശ. ഈ ശുപാർശ പൂർണ്ണമായും ഇപ്പോൾ ഗവർണർ അംഗീകരിച്ചിരിക്കുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ ചേരുകയും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്ത് രാജ്ഭവനെ അറിയിച്ചിരുന്നുവെങ്കിലും രാജ്ഭവൻ വിശദമായ റിപ്പോർട്ട് സർക്കാരിനോട് തേടിയിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഷെറിനെ മോചിപ്പിക്കുന്നത്, വലിയ രീതിയിൽ ജയിലിൽ കിടക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഷെറിനെ എങ്ങനെ പുറത്തുവിടാം എന്നതടക്കമുള്ള ചോദ്യങ്ങൾ രാജ്ഭവൻ ചോദിച്ചിരുന്നു. ഇതിലടക്കം വ്യക്തത നൽകാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിലടക്കം വ്യക്തത നൽകിയ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇളവ് നൽകിക്കൊണ്ട് ഷെറിനെ മോചിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പേപ്പർ വർക്കുകൾ അടക്കം പൂർത്തീകരിച്ച് ഇന്നോ നാളെയോ കൂടി ഷെറിന് പൂർണ്ണമായും പുറത്തിറങ്ങാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം, ശിക്ഷ, പരോൾ ലഭ്യമായത്, ജയിലിലെ പെരുമാറ്റം തുടങ്ങിയ വിശദാംശങ്ങൾ പ്രതിപാദിക്കുന്ന ഫോറം രാജ്ഭവൻ ഏർപ്പെടുത്തിയിരുന്നു. ശുപാർശയോടൊപ്പം ഈ ഫോറം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിക്കുകയായിരുന്നു. ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് 14 വർഷം തടവ് പൂർത്തിയാക്കിയവരെയാണ് മോചിപ്പിക്കുന്നത്. ഇക്കൂട്ടത്തിൽ ഷെറിന് മോചനം നൽകാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളത്തെ നടുക്കിയ ചെറിയനാട് ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ഒടുവിൽ പുറത്തേക്ക് ഇറങ്ങുന്നത്. 14 വർഷത്തെ ജയിൽവാസത്തിനൊടുവിലാണ് സംസ്ഥാന മന്ത്രിസഭ ഷെറിന് ഇളവ് അനുവദിച്ചിട്ടുള്ളത്. 2009 നവംബർ 8-നാണ് ചെറിയനാട് കാർണവേഴ്സ് ജില്ലയിലെ ഭാസ്കര കാർണവരെ കൊല്ലപ്പെട്ട നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത്. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മകന്റെ ഭാര്യയായ ഷെറിനെ കേസിൽ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുക്കുകയായിരുന്നു. ഷെറിന്റെ ആൺസുഹൃത്ത് കുറിച്ചി സ്വദേശി ബാസിത്ത് അലി, ഇയാളുടെ കൂട്ടാളിയായ കളമശ്ശേരി സ്വദേശി നിതിൻ, ഏലൂർ സ്വദേശി ഷാനൂർ റഷീദ് എന്നിവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ഷെറിനടക്കമുള്ള 11 പേർ ജയിൽ മോചിതരാകുകയാണ്. നിഖില്.